അവർ ചാനൽ മുദ്രാലയം പ്രസ് സെൻറ്റർ ഓഫീസ് തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവിധ തരം പുരസ്കാരങ്ങളെ കുറിച്ചാണ്. പണവും പ്രശസ്തി ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്? പക്ഷെ പണത്തിന് മേലെ തന്നെയാണ് കേട്ടോ പ്രശസ്തിയുടെ സ്ഥാനം. പണം കൊടുത്തു നിന്ന് എത്ര പേരാണ് പ്രശസ്തി വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതൊക്കെ നമ്മൾ വായിച്ചും കേട്ടൊക്കെ അറിവുള്ളതാണ് നമുക്ക്. ഒരു വലിയ സദസ്സിൽ നിറഞ്ഞ കയ്യടിയോടെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ? നമുക്കും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ പുരസ്കാരങ്ങൾ നിർമ്മിക്കുക എന്നത്. അധികം പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ ആദരങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു സുഖം, ചുറ്റും ട്രോഫികളും അതേപോലെ മെമൻറ്റോസ്, അതിനനുസൃതമായ ഗിഫ്റ്റുകൾ, അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു സന്തോഷം അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തായാലും ഒരാളുടെ കയ്യിലേക്ക് ഈ പുരസ്കാരങ്ങൾ എത്തുന്നതിന് മുമ്പ് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് കൂടി നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാനാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഡിസൈനിങ് ആണ്. അത് സന്ദർഭത്തിനനുസരിച്ച് വേണം നമ്മൾ ഡിസൈൻ ചെയ്യണം. അതായത് ഒരു വെഡ്ഡിങ്, അതേപോലെ ആനിവേഴ്സറി, യാത്രയപ്പ്, ബർത്ത്ഡേ ഫങ്ഷൻ, അങ്ങനെ പലതും ആകാം. അതിനനുസരിച്ച് വേണം നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ഈ പ്രിൻറ്റിങ് നമ്മൾ ഏത് മെറ്റീരിയലാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പുരസ്കാരങ്ങൾക്കനുസരിച്ചിരിക്കും. മെറ്റലിലുണ്ടായിരിക്കാം, അതുപോലെ തന്നെ വുഡിലുണ്ടായിരിക്കാം, അക്രിലിക്, അങ്ങനെ പല തരം മെറ്റീരിയൽസിലാണ് നമ്മൾ ഈ ട്രോഫീസ് മൊമെൻറ്റോസൊക്കെ ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ച് വേണം നമ്മൾ അതിലേക്ക് പ്രിൻ്റ് കൊടുക്കാനായിട്ട്. അതിന് ക്ലിയർ പ്രിൻ്റ്, സിന്തറ്റിക് സിൽവർ, ഗോൾഡൻ, മെറ്റാലിക്, UV, അങ്ങനെ പലതരം പ്രിൻറ്റിങ്ങുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചടങ്ങുകൾ ഏതുമാവട്ടെ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പുരസ്കാരങ്ങൾ റെഡിമെയ്ഡായും ക്രിയേറ്റീവായും ചെയ്തു കൊടുക്കുന്നതാണ്. ഓൺലൈൻ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്.